റെജി ലൂക്കോസ്, ഇവിടെ ആദ്യം മുതൽ തന്നെ പറ്റിയ ഒരു പിഴവ്, രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ കർണാടക സർക്കാരിന്, കർണാടക ഫയർ ആൻഡ് റെസ്ക്യൂവിന്, പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ദുരന്ത നിവാരണ സേനയ്ക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകുന്നില്ല. നേവി വന്നു പരിശോധന നടത്തുന്നു, പുഴയിൽ, ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തുന്നു, അതിനുശേഷം പറയുന്നു അവിടെ ഇങ്ങനെ ആളില്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന മനാഫ് അടക്കമുള്ള ഈ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഈ കരയിൽ പരിശോധന നടത്തണം. 6 മീറ്റർ ഉയരത്തിൽ 100 മീറ്റർ നീളത്തിൽ കിടക്കുന്ന മണ്ണ് നീക്കുക എന്ന് പറയുന്ന ശ്രമകരമായ പണി, അവിടെ ആ തരത്തിലേക്ക് വീണ്ടും അന്വേഷണങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇവിടെ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇനി ആ വിഷയങ്ങൾക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ നടക്കുന്ന വലിയൊരു പ്രചാരണമുണ്ട്. ഈ അന്വേഷണത്തെ, പരിശോധനയെ വഴിതിരിച്ചു വിട്ടത് കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകരാണ്. അവരുടെ വാക്കുകൾ കേട്ടാണ് കരയിൽ നിന്നും പുഴയിലേക്കും, പുഴയിൽ നിന്ന് കരയിലേക്കും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി മാറ്റിയെന്ന് പറയുന്ന ഒരു പറച്ചിലുണ്ട്. അങ്ങനെയാണോ ഒരു ദുരന്തമുഖത്ത് ഒരു ദുരന്ത നിവാരണ സേന, ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കേണ്ടത്? അവർക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകേണ്ടതല്ലേ? എവിടെയാണ്, എങ്ങനെയാണ് ഈ പരിശോധന, അന്വേഷണം തുടങ്ങേണ്ടത്? അതിലേതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം? ആർമി അടക്കമുള്ള സംവിധാനങ്ങൾ എപ്പോഴാണ് വിളിക്കേണ്ടത്? ബൂം എക്സ്കവേറ്റർ എന്ന് പറയുന്നത് ഏത് തരത്തിൽ എപ്പോഴാണ് വിളിക്കേണ്ടത്? ഒരേ സമയം തന്നെ കരയിലും പുഴയിലും പരിശോധന നടത്തേണ്ടതില്ലേ? ഇതിനെല്ലാം കൃത്യമായൊരു മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നതില്ലേ? അതെല്ലാം പരിശോധിക്കാതെ ഇത്തരത്തിൽ ചില കോണുകളിൽ നിന്ന് അപവാദ പ്രചരണങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ആളുകൾക്കെതിരെ, പ്രത്യേകിച്ചും ഈ അർജുൻ്റെ കുടുംബത്തിനെതിരെ അധികം പടച്ചുവിടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൂടി വലിയ തരത്തിൽ നമ്മൾ വിമർശന വിധേയമാക്കേണ്ടതല്ലേ? റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും സിജു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഷിരൂർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള ഷിരൂർ എന്ന് പറയുന്ന ഒരു ദേശീയപാതയിലുണ്ടായ ദുരന്തത്തിൻ്റെ അന്ന് മുതലുള്ള വാർത്തകളും അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ചിത്രങ്ങളും വീഡിയോ സഹിതം, അതിൻ്റെ വിഷ്വൽ സഹിതം ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മലയാളികളുടെയും മുമ്പിൽ ഒരു ഡോക്യുമെൻ്റായിട്ട് ഇപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ സാഹചര്യമല്ല അവിടെ. ഇവിടെ ബഹുമാനപ്പെട്ട സേനാപതി രാജു ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചു, ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വീഴ്ചയാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് കടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 3ാമത്തെ ദിവസമാണ് സംസ്ഥാന സർക്കാർ അറിയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളോട് ചെല്ലുന്ന 3ാമത്തെ ദിവസം ഈവനിങ്ങിലാണ് അവിടെ ചെല്ലുന്നത്. അതിനു മുമ്പ് വരെ ഈ കർണാടക സംസ്ഥാന സർക്കാരിൽ നിന്നും ആ ജില്ലാ അധികാരിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരൊരു കാര്യം ചെയ്തു, അതായത് ലോക ചരിത്രത്തിൽ ഇന്നു വരെ ഒരു ഡിസാസ്റ്റർ നടക്കുന്നൊരു സ്ഥലത്ത്, ഒരു ലാൻഡ് സ്ലൈഡ് നടക്കുന്നൊരു സ്ഥലത്ത് അവിടുത്തെ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള ആത്യന്തികമായ കടമ നിറവേറ്റുന്നതിന് പകരം ആ റോഡ് ക്ലിയർ ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഒരു കഠിനമായ ശ്രമം അവരുടെ ഭാഗത്തുണ്ടായത്. അത് തന്നെ ഗുരുതരമായ വീഴ്ചയില്ല. അപ്പോൾ അവരത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? 2ാമത്തെ വസ്തു എന്ന് പറയുന്നത്, കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഴ്ച ഉണ്ടായത് എന്ന് ആരും ആരോപിച്ചിട്ടില്ല. കർണാടകത്തെ അഡ്മിനിസ്ട്രേഷനെയും ജില്ലാ ഭരണത്തിനെയും ആക്ഷേപിച്ചിട്ടുണ്ട്, അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ നിരുത്തരവാദമായ പ്രവർത്തനങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമല്ലേ? ഇത്രയും ആധുനികമായ ഒരു പരിഷ്കൃത ലോകത്ത് ഇന്ത്യക്ക് എല്ലാ സംവിധാനങ്ങളും, നമ്മുടെ പട്ടാളവും നമ്മുടെ സേനകളും ഒന്നും മോശക്കാരല്ല. എത്രയോ ദുരന്തമുഖങ്ങളിൽ അതിസാഹസികമായിട്ട് മനുഷ്യരെ രക്ഷപ്പെടുത്തിയുള്ള ചരിത്രങ്ങൾ ഈ സമീപകാലത്ത് തന്നെയുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഉത്തരകാശിയിൽ നടന്ന ഇവാക്യുവേഷൻ, അതായത് മീറ്ററുകൾക്കപ്പുറം ടണലിൽ കുടുങ്ങിയ നിരവധി തൊഴിലാളികളെ 17 ദിവസം കൊണ്ട് നമ്മുടെ 24 മണിക്കൂർ വർക്ക് ചെയ്തത് നമ്മുടെ സേനയും ദുരന്ത നിവാരണത്തിലെ പ്രവർത്തകരും. അതിനകത്ത് ഈ രഞ്ജിത്ത് ഇസ്രായേലി ഉണ്ടായിരുന്നു. അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പുറത്തുകൊണ്ട് ചരിത്രമുണ്ട്. അപ്പോൾ സ്വന്തം നാട്ടുകാരായ 10-12 പേരുൾപ്പെടെ, ഒരു മലയാളി ഉൾപ്പെടെ ഇതുപോലൊരു ദുരന്തമുണ്ടായിട്ട് ആദ്യത്തെ 3 ദിവസം അവരനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? അപ്പോൾ ആ സംഭവത്തിൻ്റെ പേരിലുണ്ടായ വിമർശനങ്ങൾ, ലോകവ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ, മലയാള മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ പോലും വിമർശിച്ചു. നാണക്കെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ, അത് കോൺഗ്രസ് ആയതുകൊണ്ട് പേരിൽ മാത്രം ഇവിടുത്തെ കോൺഗ്രസ് സൈബർ സെല്ലുകൾ, അല്ലെ ആ വിങ്ങിൽ എല്ലാ കോൺഗ്രസ്സുകാരെയും നമ്മൾ പഠിക്കത്തില്ല. കാരണം MK രാഘവൻ MP, അതുപോലെ നമ്മുടെ മഞ്ചേശ്വരം MP, അല്ലെ MLA, ആ മോർ ഓവർ ഇത് ചലിപ്പിക്കുന്നതിന് മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിനോടൊപ്പം നന്നായി പ്രവർത്തിച്ച ഒരാളുണ്ട്, KC വേണുഗോപാൽ. അദ്ദേഹത്തിന് വാക്കിന് പോലും ഒരു വില കൽപ്പിച്ചില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വെള്ളപൂശാനും അത് തെയ്വാനിലുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സൈബർ സെല്ലുകൾ അതിനെ വെള്ളപൂശാൻ ശ്രമിച്ചതാണ് ഏറ്റവും അപകാശമായിപ്പോൾ. അവർക്കത് മുക്കണ്ട വന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നിപ്പോൾ എന്താ അവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അർജുൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പുത്രനെ, അതിനോടൊപ്പം അവിടെ ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ള ഔദ്യോഗികമായിട്ട് കണക്ക് പ്രകാരമുള്ള 3, അതിലൊന്നൊരു തമിഴ്നാട്ടുകാരനെ, അവരെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബങ്ങളും നാട്ടുകാരും ലോകം മുഴുവനുള്ള ഒരു മനസാക്ഷിയുള്ള മലയാളി സഹോദരങ്ങൾ കാത്തിരിക്കുമ്പോൾ ആ കുടുംബത്തിനെ വേട്ടയാടിക്കൊണ്ട്
ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മയെയും ആ അച്ഛനെയും ആ ഭാര്യയെയും സഹോദരിമാരെയും എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വരുന്ന ഈ സൈബർ വിളയാട്ടം വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം മനസാക്ഷിയുള്ള മലയാളികൾ, ലോകത്തിന് മാതൃകയായിട്ടുള്ള സാഹോദര്യം പുലർത്തുന്ന പൈതൃകമുള്ളൊരു മലയാളികൾ ഈ അർജുനെ കാണാത്തതിന് ശേഷം ലോകവ്യാപകമായിട്ട് അവർ ചാനലുകളുടെ മുമ്പിൽ ഇരിക്കുക അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു സർക്കാരിൻ്റെ വീഴ്ചയെ വെള്ളപൂശാൻ ഇത്രയ്ക്ക് നിർഗിഷ്ടമായ പ്രവർത്തികളുടെ രംഗത്തിറങ്ങിയെന്നാണ് പ്രതിഷേധാർഹം. മനസ്സുകൊണ്ട് അതിനെ പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തിയാണ് സേനാപതി രാജു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെയുമല്ല, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ കാർവാർ MLA സതീഷ് സെയിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ 8 ദിവസമായിട്ട് അവിടെ ഊണ് ഉറക്കമില്ലാതെ നിൽപ്പുണ്ട്. അദ്ദേഹം ഈ ദുരന്തമുണ്ടായതിൻ്റെ 5ാമത്തെ ദിവസം കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് തുറന്നു സംഭവിച്ചു, ജില്ലാ അഡ്മിനിസ്ട്രേഷന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് പഴിക്കാൻ പറ്റുന്നില്ല. കാരണം സ്വതന്ത്രനായിട്ട് ജനിച്ച് കോൺഗ്രസ്സുകാരനായി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം പറയാവുന്ന എക്സ്ട്രീം ലെവലിൽ അദ്ദേഹം പറഞ്ഞു, പരിധി വെച്ചുകൊണ്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ട്.